എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചില ലീഡേഴ്സ്, കോർപ്പറേറ്റ് ലീഡേഴ്സ് പറയാറുണ്ട്, നമ്മൾ ഇതുവരെ എങ്ങനെ ചെയ്തിരുന്നുവോ അതുപോലെ തന്നെ ചെയ്താൽ മതി, പ്രശ്നമെല്ലാം സോൾവ് ആവും എന്ന് പറയാറുണ്ട്. അത് വർക്കൗട്ട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുമോ? ചില ലീഡേഴ്സ് പറയാറുണ്ട്, ഒരാളുടെ സ്കിൽസ് മാത്രം നമുക്ക് മതി, ആ സ്കിൽ ഉപയോഗിച്ച് മാത്രം നമ്മൾ റിക്രൂട്ട് ചെയ്താൽ മതി, അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റോ പേഴ്സണാലിറ്റിയോ അതൊന്നും ഉപയോഗിച്ച് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു ലീഡർ പറയുകയാണ്. അത് ശരിയാണോ? ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ നമുക്ക് മൈക്രോ മാനേജ് ചെയ്യാം എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. അത് ശരിയാണോ? ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണഗതിയിൽ ലീഡേഴ്സ്, അതായത് മാനേജേഴ്സ്, ലീഡേഴ്സ് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ, അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ നമ്മുടെ കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിൽ ദോഷം ചെയ്യും എന്നുറപ്പുള്ള ലീഡേഴ്സ് ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ചില ലീഡർഷിപ്പ് ഡിസിഷൻസ്, അവ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ചില കോർപ്പറേറ്റ് ലീഡർഷിപ്പ് ഡിസിഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിനു മുമ്പ് പലപ്പോഴും നമ്മൾ ചെയ്തിരുന്ന ഏത് പ്രക്രിയയാണോ അതിൽ തന്നെ നമുക്ക് തുടരാം, അത് തീർച്ചയായും വർക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. അത് ശരിയാണോ? നമുക്കറിയാം, മാർക്കറ്റ് എപ്പോഴും വളരെ ഫാസ്റ്റായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കുന്നു, ഐറ്റംസ് മാറിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇനിയും ചെയ്യാം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുവാനുള്ള സാധ്യത തുലോം കുറവാണ്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ ലീഡർഷിപ്പിന് ചേർന്നതല്ല. മിക്കവാറും ആ തീരുമാനം വർക്കൗട്ട് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ലീഡേഴ്സ് പറയും, പേഴ്സണാലിറ്റിയോ മൈൻഡ് സെറ്റോ ഒന്നും നോക്കാതെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം നമുക്ക് ഹയർ ചെയ്താൽ മതി, അതായിരിക്കും നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ലത് എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. അത് ശരിയാണോ? ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുവാനുള്ള കഴിവാണ്. ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ കഴിവാണ്, അവന്റെ പേഴ്സണാലിറ്റിയാണ്, അവന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. സ്കിൽസ് പലപ്പോഴും വെയിൻ ചെയ്യാം. ഇപ്പോഴുള്ള സ്കില്ലിന് നാളെ ചിലപ്പോൾ വാല്യൂ പോലും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ സന്നദ്ധനായ, അതിന് തക്കവണ്ണം കഴിവുള്ള ഒരു വ്യക്തിക്ക് ഏത് പുതിയ സ്കില്ലും പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ പുതിയ സ്കിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും അഡാപ്റ്റബിലിറ്റിയും ഈ പഠിച്ചെടുക്കുവാനുള്ള കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ, ജോലിക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പുതിയ സ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിച്ചുകൊള്ളും. അപ്പോൾ സ്കില്ലും അവിടെ ഉണ്ട്, പേഴ്സണാലിറ്റിയും ഉണ്ട്, അഡാപ്റ്റബിലിറ്റിയും ഉണ്ട്, കപ്പാസിറ്റിയും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ തീരുമാനത്തിലും ലീഡേഴ്സ് പലപ്പോഴും മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. ചില ലീഡേഴ്സ് പറയാറുണ്ട്, മൈക്രോ മാനേജ് ചെയ്താൽ പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടും. മൈക്രോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാനേജ്മെന്റ്, ഓരോരുത്തരെയും അടുത്ത് പോയി നീ അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് പിന്നാലെ പുറകെ നടന്ന് പറയുന്ന മാനേജ്മെന്റിനാണ് മൈക്രോ മാനേജ്മെന്റ്. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പിലും മാനേജ്മെന്റ്, അങ്ങേയറ്റം ചെറിയ ടാസ്കിൽ പോലും മാനേജ്മെന്റ് കൈകടത്തുന്ന രീതിയാണല്ലോ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ മാനേജ്മെന്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൈവരുത്തുവാൻ സാധിക്കും എന്ന് പറയുന്ന ചില ലീഡേഴ്സ് ഉണ്ട്. അത് ശരിയാണോ? സത്യം പറഞ്ഞാൽ മൈക്രോ മാനേജ്മെന്റ് എപ്പോഴും ക്രിയേറ്റിവിറ്റിനെ നശിപ്പിക്കും, അവരുടെ സ്കിൽസിനെ നശിപ്പിക്കും, ഇൻഡിപെൻഡന്റ് അറ്റ്മോസ്ഫിയറിനെ നശിപ്പിക്കും, ട്രസ്റ്റ്, അതായത് വിശ്വാസത്തെ നശിപ്പിക്കും, ഓണർഷിപ്പിനെയും നശിപ്പിക്കും. അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു കമ്പനി വിട്ട് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് വിട്ട് കൊഴിഞ്ഞു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുദ്ദേശിച്ച രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഡിഫീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ മൈക്രോ മാനേജ്മെന്റ് ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് ലെവലിൽ വർക്കൗട്ട് ചെയ്യില്ല എന്നർത്ഥം. അത് വളരെ മോശമായ ഒരു തീരുമാനമായിരിക്കും. ചില ലീഡേഴ്സ് പറയും, ഈ ടീമുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് നമുക്ക് ഒഴിവാക്കാം, കൺസെൻസസ്
ഉണ്ടാക്കിയെടുക്കാമെന്നല്ല, ടീമുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ഒഴിവാക്കാം, അവരെ തമ്മിൽ ചർച്ച ചെയ്യിക്കണ്ട, അവർ വേറെ വേറെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ, അവർ കംഫർട്ടബിൾ ആവുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് ചില ലീഡേഴ്സ് പറയാറുണ്ട്. ഇതെല്ലാം പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന, കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന ടെക്നിക്സ് ആണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ കാര്യങ്ങൾ മാറി. കാരണം ഈ ആളുകൾ തമ്മിൽ ചർച്ച ചെയ്താലേ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ടീമുകൾ തമ്മിൽ ചർച്ച ചെയ്യണം, ടീമുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യണം. ടീമുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ബ്രെയിൻ സ്ട്രോമിംഗ് ഉണ്ടാവുന്നു. ബ്രെയിൻ സ്ട്രോമിംഗ് ഡിസ്കഷൻസിലേക്ക് വഴിമാറുന്നു. ഡിസ്കഷൻ എപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിലേക്കും വഴിമാറുന്നു. ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആർഗ്യുമെന്റ് അല്ല. ഡിസ്കഷൻസ് നടക്കണം. ഡിസ്കഷൻസ് നടക്കുമ്പോഴാണ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന കൺഫ്ലിക്റ്റ് ഹെൽത്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ലീഡേഴ്സ് അതിന് തക്കവണ്ണമുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ലീഡേഴ്സ് പലപ്പോഴും പലരോടും പറയാറുണ്ട്, എനിക്ക് തോന്നുമ്പോൾ പറയാം, അവരെന്തെങ്കിലും എൻക്വയറി ചോദിച്ചാൽ സാഹചര്യം വരുമ്പോൾ പറയാം, അതിനിപ്പോൾ അവസരമായിട്ടില്ല, അതിനിപ്പോൾ സാഹചര്യമായിട്ടില്ല എന്നെല്ലാം പറയാം. അത് ശരിക്കും ഒരു തെറ്റായ രീതിയാണ്. കാരണം അതെപ്പോഴും ഫ്രസ്ട്രേഷൻ ബിൽഡപ്പ് ചെയ്യും, സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യും, അവരുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ ബിൽഡപ്പ് ചെയ്യും. ഈ മാനേജ്മെന്റിനെ കുറിച്ച് വരെ തെറ്റായ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് പറയാം എന്നുള്ളത് ഒരു കാരണവശാലും ആശാസ്യമല്ല. പിന്നീട് പറയുന്നതിന് ഇപ്പൊ തന്നെ പറയാം. സാഹചര്യം വരുമ്പോൾ തന്നെ കാര്യങ്ങൾ കൃത്യമായി മറ്റുള്ളവരെ, അവിടെ വർക്ക് ചെയ്യുന്നവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു ചുമതല ലീഡേഴ്സിന് എപ്പോഴും ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ നോം. ചില ലീഡേഴ്സ് പൊതുവെ കരുതാറുണ്ട്, എല്ലാ എംപ്ലോയീസിനെയും ഈക്വലായി സെയിം ആയി കണ്ടേക്കാം, അപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമാകും, പ്രൊഡക്ടിവിറ്റി കൂടും എന്നെല്ലാം ചിന്തിക്കാറുണ്ട്. അടുത്ത ഒരു മോശം തീരുമാനമാണ്, നമ്മളിവരെ എല്ലാവരെയും ഒരേപോലെ ഒരിക്കലും കാണരുത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പിനും അവരവരുടേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പിനെയും മാനേജ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കണം. കൾച്ചറൽ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവരെ മാനേജ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കണം. നമ്മുടെ താഴെയുള്ള എംപ്ലോയീസിനെ എല്ലാം കൃത്യമായി മനസ്സിലാക്കി അവർക്ക് തക്കതായ രീതിയിൽ ഗ്രൂപ്പ് വൈസ് ആണെങ്കിലും ഇൻഡിവിജ്വൽ വൈസ് ആണെങ്കിലും എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്ഥലത്താണ് ആ ലീഡർഷിപ്പിന് ഒരു ക്വാളിറ്റി വരുന്നതും ലീഡർ എന്ന് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ പാടില്ല. പകരം ഈവൻ എല്ലാ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് കണ്ട് അതിൽ റെസ്പെക്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇതെല്ലാമാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ 7 പോയിന്റാണ് പറഞ്ഞത്. ഇനിയും ധാരാളം പോയിന്റുകളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.